നമസ്കാരം. കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു സംരംഭകൻ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിലൊന്ന് നല്ല എംപ്ലോയീസിനെ, നല്ല ജോലിക്കാരെ, കഴിവുള്ള ആൾക്കാരെ, പണിയറിയുന്ന പണിക്കാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8-10 വർഷങ്ങളാവുന്നുള്ളൂ. അതിന് മുമ്പൊക്കെ നമുക്ക് കേരളത്തിൽ അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിട്ടുള്ള പണിയറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് അന്ന് നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇന്ന് കേരളത്തിൽ ധാരാളം ബിസിനസ്സുകൾ ആരംഭിക്കുന്നുണ്ട്, ധാരാളം പേര് പഠിച്ചിറങ്ങുന്നുമുണ്ട്. പക്ഷേ കഴിവുള്ള ആൾക്കാരെ കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ അവർ ലോങ് ടേമിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നിൽക്കുന്നില്ല, അവർ ചാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ ധൈര്യമായിട്ട് ഒരാളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഈ ഒരു പ്രശ്നം ഒട്ടുമിക്ക എല്ലാ സംരംഭകരും ഇന്ന് കേരളത്തിൽ ഫേസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഒരു നമ്മുടെ കേരളത്തിൽ ഒരാളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു സ്ഥാപനം എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതൊരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല, പക്ഷേ സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്കെങ്കിലും നമുക്ക് നല്ല എംപ്ലോയീസിനെ ലഭിക്കുന്നുണ്ടാവും. അപ്പം റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിൽ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്? ഇതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എംപ്ലോയി റിക്രൂട്ട്മെൻറ്റ്. ഞാൻ ആദ്യം തന്നെ പറയാം, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക തന്നെ വേണം. അതിൽ ഒന്ന്, ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും ഇന്ന് കേരളത്തിൽ ഈക്വൽ അല്ല. ഇപ്പോൾ പലരും പണ്ട് നോക്കിയിരുന്നത് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഇൻ ദ സെൻസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നല്ല ക്വാളിറ്റി ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അത് ശരിയുമാണ് ഒരു പരിധി വരെ. പക്ഷേ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. കാരണം നമുക്കറിയാം, ഇന്ന് എല്ലാവരും വിജയിപ്പിച്ച് വിടുന്ന ഒരു സിസ്റ്റമാണ്. എല്ലാവർക്കും A+ കിട്ടുന്നു. എഴുത്തും വായനയും അറിയാത്ത ആൾക്കാർക്ക്, കുട്ടികൾക്ക് പോലും A+ കൊടുത്തുകൊണ്ട് വിജയിപ്പിച്ച് വിടുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നമുക്കൊരിക്കലും ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവർക്ക് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാനൊരു ശരിക്കുമുള്ളൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞങ്ങളുടെ ഓർഗനൈസേഷൻ തന്നെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു മെയിൽ, ആ മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവരുടെ പ്രൈവസി മാനിച്ച് അവരുടെ ഇൻഫർമേഷൻ എല്ലാം ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക. ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ് ... റെസ്പെക്റ്റഡ് സർ/മാഡം. അവർ എഴുതിയിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് നോക്കുക. അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പങ്ക്ച്വേഷൻസ് നോക്കുക. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം വരുന്നതേ ഉള്ളൂ. ഐ ആം സോ ആൻഡ് സോ ഫ്രം ദിസ് പ്ലേസ്, പാലക്കാട്. നോക്കുക നിങ്ങൾ, ഫുൾ ഒരു ഒഫീഷ്യൽ മെയിലാണിത്. ഒരു ഒഫീഷ്യൽ മെയിലിൻ്റെ ഒരു ഫോർമാറ്റ് അവർ അയച്ചിട്ടുള്ളതാണ്. ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ UG BBA ഫ്രം ദിസ് കോളേജ് ആൻഡ് PG ഫ്രം ദിസ് കോളേജ്. ഐ ഹാഡ് വർക്ക്ഡ് ആസ് എൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ for 6 years in private college. Cooking, reading books, gardening is my hobbies. I am confident, okay, self-confident, hardworking, honest person. Now spelling നോക്കുക. I am looking for a job. Can you spelling നോക്കുക. Please spelling consider me for this job. താങ്കിങ് യു പേര്. 6 വർഷം ഒരു പ്രൈവറ്റ് കോളേജിലെ അധ്യാപികയായിരുന്ന ഒരു വ്യക്തി അയച്ചിട്ടുള്ള ഒരു മെയിലാണത്. 6 years ആസ് എ ടീച്ചർ. ക്യാൻ യു ഇമാജിൻ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്? അപ്പോൾ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ ക്വാളിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരിക്കലും ആരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതേ അല്ല, പക്ഷേ ദിസ് ഇസ് എ റിയാലിറ്റി ഇൻ കേരള. നേരവണ്ണം ഒരു മെയിൽ പോലും അയക്കാൻ അറിയാത്ത അധ്യാപകരുള്ള നമ്മുടെ നാട്ടിൽ നമുക്ക് എങ്ങനെ ക്വാളിറ്റിയുള്ള കുട്ടികളെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് കഴിയും? ഒരിക്കലും കഴിയത്തില്ല. 6 വർഷം പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് MCOM. ബട്ട് ഒരു പ്രൊഫഷണൽ മെയിൽ അയക്കാൻ കഴിയുന്നില്ല. ഇതൊരു SMS അയക്കുന്ന പോലെയാണ്. ഒരു സ്പെല്ലിംഗ് പോലും പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് അറിയുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും ഈക്വലായിട്ട് പോകുന്ന ഒരു സമയത്തല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് മിനിമം ഇത്ര ക്വാളിഫിക്കേഷൻ ഉള്ളവരെ നമ്മൾ റിക്രൂട്ട് ചെയ്യത്തുള്ളൂ. ജനറൽ ജോബ്സിനൊന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് വേണ്ടുന്ന ജോബ് അല്ലാതെയുള്ള ജനറൽ ജോബ്സിനൊന്നും നമുക്ക് ഇത് കൺസിഡർ ചെയ്യാനേ കഴിയത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഹയർ ക്വാളിഫിക്കേഷൻ ക്വാളിറ്റിയും ഈക്വൽ അല്ല എന്നുള്ളത്. രണ്ടാമത്തേത്, ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ അവൻ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ നിൽക്കും? ഒരിക്കലും നിൽക്കത്തില്ല. നമ്മളും ഒരു കാലത്ത് എംപ്ലോയീസ് ആയിരുന്നേക്കാം, അല്ലേ? നമ്മളങ്ങനെയായിരുന്നു. ഒരു ഓർഗനൈസേഷനിൽ ഓക്കെ, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇന്ന ഓർഗനൈസേഷനിൽ തന്നെയാണ്. അങ്ങനെ ജീവിച്ച ഗവൺമെൻറ് സെക്ടറിൽ അല്ലാതെ അങ്ങനെ ആരെങ്കിലും വർക്ക് ചെയ്യാറുണ്ടോ?
ഒരിക്കലുമില്ല. ഇഫ് ദേ ഗെറ്റ് വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി അവർ ഈ ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് പോകും. ഹയർ സാലറിയാണ് അല്ലെങ്കിൽ ഹയർ ജോബ് പ്രൊഫൈലാണ്, ഡെഫിനറ്റ്ലി ജോലി വിട്ടു പോകും. അപ്പം എല്ലായ്പ്പോഴും അവർ നമ്മുടെ ഓർഗനൈസേഷനിൽ നിൽക്കും എന്നുള്ളത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുകയേ ചെയ്യരുത്. ക്ലിയർ ആയല്ലോ? ആൻഡ് മറ്റൊന്ന്, നമ്മൾ ഒരിക്കലും ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിനെ അല്ല ബിൽഡ് ചെയ്യേണ്ടത്. ഒരു എംപ്ലോയി ഡ്രിവൺ ഓർഗനൈസേഷൻ ഒരിക്കലും മുന്നോട്ടേക്ക് പോകത്തില്ല അധികകാലം. കാരണം ഈ ഒരു പോയിന്റ് തന്നെയാണ്, ദേ വോണ്ട് സ്റ്റേ വിത്ത് യു ഫോർ എവർ. അവർ എക്കാലവും നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. ഇഫ് ദേ ഗെറ്റ് വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി അവർ ചാടും. അതുകൊണ്ട് ഡോണ്ട് ബിൽഡ് എംപ്ലോയീസ്, ബിൽഡ് സിസ്റ്റം. പ്രോപ്പർ വർക്ക് ഫ്ലോ നിങ്ങൾ ഉണ്ടാക്കുക, പ്രോപ്പർ സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. വൺസ് പ്രോപ്പർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏതൊരു എംപ്ലോയി വന്നു കഴിഞ്ഞാലും ആ സിസ്റ്റത്തെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഓർഗനൈസേഷൻ മുന്നോട്ടേക്ക് പോയിക്കോളും. എംപ്ലോയീസിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയി പോയി കഴിഞ്ഞാൽ അയാളെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു എംപ്ലോയി വരുന്നു ആൻഡ് വീണ്ടും ആദ്യം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരിക്കലും ആ ഓർഗനൈസേഷന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. സോ ഡോണ്ട് ബിൽഡ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ല, സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കറിയാം പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റം എന്താണ്, ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടേമാണ്. നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും ഈക്വൽ അല്ല. ആൻഡ് അവരെന്നും നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. ഒരിക്കലും ഒരു എംപ്ലോയീസിനല്ല നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്, സിസ്റ്റത്തെയാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ എങ്ങനെയാണ് നമ്മൾ ഈ സാഹചര്യത്തിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ജോലിക്കെടുക്കാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്കിൽ വേണ്ടുന്ന ഒരു ജോലിക്കുള്ളതല്ലാതെ ജനറൽ ആയിട്ടുള്ളതാണ്. ആ സ്പെസിഫിക് സ്കിൽ വേണ്ടുന്നു ഡെഫിനറ്റ്ലി നിങ്ങൾ ഇൻ അഡീഷൻ ടു ദിസ് നിങ്ങൾ നോക്കേണ്ടതായിട്ട് വരും. അല്ലാതെയുള്ള ജനറൽ ആയിട്ടുള്ള ഓഫീസ് ജോബ്സ്, ക്ലറിക്കൽ ജോബ്സ്, ഇതിനൊക്കെയാണ് നിങ്ങൾ ആൾക്കാരെ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സ്കിൽസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ആൻഡ് ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിൽസാണ്. ഇതിനോടൊപ്പം ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങൾ ഏത് പ്രൊഫൈലാണ് ജോലി നോക്കുന്നത് ആ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽ അവർക്ക് വേണം. അത് അഡീഷണൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് അതിന് ഈ ഒരു വീഡിയോ നമുക്ക് അങ്ങനെ കവർ ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ജനറലായിട്ട് പറയുന്നത്. ബേസിക് സ്കിൽസ് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്തൊക്കെയാണ് ഈ ബേസിക് സ്കിൽസിൽ നമ്മൾ മെഷർ ചെയ്യേണ്ടത്? ഒന്ന്, ഇംഗ്ലീഷ് സ്പെല്ലിങ് തെറ്റില്ലാതെ ടൈപ്പ് ചെയ്യാനും എഴുതാനും കഴിയുന്നുണ്ടോ എന്നുള്ളത്. പങ്ക്ച്വേഷൻസ്, അതായത് കുത്ത്, കോമ, കോളൻ, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. അതായത് ഒരു സെൻറ്റൻസ് കഴിയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടണം, അത് കഴിഞ്ഞാൽ സ്പേസ് ഇടണം, അത് കഴിഞ്ഞിട്ട് അടുത്ത വേർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ആൻഡ് ഐ ആം എന്ന് എഴുതുന്ന സമയത്ത് ഐ സ്പേസ് എ എം എന്ന് എഴുതണം. ആൻഡ് കോമ ഇട്ട് കഴിഞ്ഞാൽ സ്പേസ് വേണം. ആൻഡ് സ്പേസിന് കോമയ്ക്ക് മുമ്പ് സ്പേസ് പാടില്ല. ഇങ്ങനെയുള്ള കുറേ പങ്ക്ച്വേഷൻസിൻ്റെ റൂൾസ് ഉണ്ട്. എന്തുകൊണ്ട് ഇത് മെഷർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ജോലിക്കും ഈ കമ്മ്യൂണിക്കേഷൻ ഈസ് മാൻഡേറ്ററി. ആൻഡ് ഇത് എന്തുകൊണ്ട് നിങ്ങളുടെ എംപ്ലോയീസിൽ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, LKG മുതൽ ഒരു കുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്നല്ലേ. LKG മുതൽ 10ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞാൽ +2 12 വർഷം, അത് കഴിഞ്ഞാൽ ഡിഗ്രി 15 വർഷമായി. ആൻഡ് അത് കഴിഞ്ഞാൽ PG 2 വർഷം, 17 വർഷം. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 17 വർഷം അവൻ വിദ്യാർത്ഥിയായിരുന്നു. ഈ 17 വർഷവും അവൻ ഈ കാര്യങ്ങളെല്ലാം പ്രയോഗിച്ചിട്ടുണ്ട്. എത്ര പരീക്ഷകളാണ് അവൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്, അതിൽ തന്നെ എത്രത്തോളം എല്ലാ പരീക്ഷയിലും അല്ലെങ്കിൽ അവൻ ഒരു സെൻറ്റൻസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഈ പറയുന്ന റൂൾ നിർബന്ധമായിട്ടും അവൻ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ 17 വർഷം പഠിച്ചിട്ടുള്ള ഏറ്റവും കോറായിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് സ്പെല്ലിങ് തെറ്റില്ലാതെ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും എഴുതുക എന്നുള്ളതാണ്. ഈ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഇത് എഴുതാൻ നിങ്ങളുടെ എംപ്ലോയീസിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ഈ 17 വർഷം പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല. ഈ 17 വർഷം പഠിക്കാത്ത കാര്യം ഒരു 5 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം നിങ്ങൾ ട്രെയിനിങ് കൊടുത്തതുകൊണ്ടോ അവൻ പഠിക്കുമെന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് കഴിയുമോ? 17 വർഷം പഠിക്കാത്ത കാര്യം 1 മാസത്തെ ട്രെയിനിങ് കൂടെ അവൻ പഠിക്കുമോ? ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യം മെഷർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഏറ്റവും ബേസിക്കായിട്ട് ഇംഗ്ലീഷ് തെറ്റില്ലാതെ ടൈപ്പ് ചെയ്യാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഒന്നും വേണ്ട. സെൽഫ് കോൺഫിഡൻറ്റിൻ്റെ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ഒരു ഇംഗ്ലീഷ് ടീച്ചർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ല, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉള്ള നമ്മുടെ നാട്ടിൽ ഞാൻ വേറൊന്നും പറയുന്നില്ല. സോ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. കാര്യം ഞാൻ കുറേ കാലം അധ്യാപകനായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ആൻഡ് സെക്കൻഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സ്കില്ലാണ് ബേസിക് ആയിട്ടുള്ള ഇമെയിൽ എറ്റിക്വേറ്റ്. ഒരു ഇമെയിൽ അയക്കുന്ന സമയത്ത്
കാരണം നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. അവനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിച്ചാൽ മതി. ആ ഒരു റെസ്യൂമ് നമുക്ക് ഇമെയിലായിട്ട് വരുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അവൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്, എത്രത്തോളം അവൻ സീരിയസ് ആണ് ഈ ജോലിക്ക് എന്നുള്ളത്. കാരണം ഇമെയിൽ അയക്കുന്നത് വെറുതെ ചറപറാന്ന് എല്ലാ കമ്പനീസിനും അയക്കുന്ന ഒരു വ്യക്തിയും ഏതെങ്കിലും നമ്മുടെ സ്ഥാപനത്തോട് ഇഷ്ടം തോന്നിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന പ്രകാരം അയക്കുന്നത് തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അവൻ താല്പര്യത്തോട് കൂടിയിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ അതിന് റിസർച്ച് ചെയ്ത് നല്ല രീതിയിലുള്ള സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടായിരിക്കും അവൻ ഇമെയിൽ ടൈപ്പ് ചെയ്യുന്നത്. പലരും റെസ്യൂമേ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാട്സാപ്പിൽ റെസ്യൂമേ സേവ് ചെയ്യുന്ന പോലെയാണ് ഇമെയിൽ റെസ്യൂമേ അയച്ചു തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ജസ്റ്റ് മെയിലിനകത്ത് ഈ റെസ്യൂമേ അങ്ങ് അറ്റാച്ച് ചെയ്യും. അവൻ്റെ പേര് അഭിനവ് എന്നായിരിക്കാം, പക്ഷെ അവൻ ടൈപ്പ് ചെയ്യുന്നത് കുഞ്ചു എന്നായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡർ നെയിം, ഫയൽ നെയിം കുഞ്ചു. അപ്പോൾ ഇതുപോലും മാറ്റാൻ, കാരണം ആ ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരെ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ് പോകുന്നത്? സബ്ജക്റ്റ് ലൈൻ ടൈപ്പ് ചെയ്യത്തില്ല, സബ്ജക്റ്റ് നോ സബ്ജക്റ്റ് എന്നായിരിക്കും കാണുന്നത്, വെറുതെ അത് മാത്രം എടുത്ത് ടൈപ്പ് ചെയ്യുന്നു, മീൻസ് സെൻഡ് ചെയ്യുന്നു. പ്രോപ്പറായിട്ടുള്ളൊരു ഒരു ഇമെയിൽ കോണ്ടൻറ്റ് എഴുതാൻ പോലും അറിയാത്ത, അല്ലെങ്കിൽ അത് എഴുതണമെന്ന് പോലും അറിയാത്ത ആൾക്കാർ. അപ്പം ഈ ബേസിക് ആയിട്ടുള്ള ഇമെയിൽ എറ്റുക്കേറ്റ് അവനുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എത്രത്തോളം അവൻ സീരിയസ് ആണ് ഈ ജോലിക്ക്, എത്രത്തോളം അവൻ കാര്യങ്ങൾ പഠിക്കാൻ വില്ലിങ് ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇത് വഴി ഒരു പരിധി വരെ സഹായിക്കും. കാരണം നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യാനൊന്നും കഴിയത്തില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മെഷർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് കുറച്ച് സമയമേ ഉള്ളൂ. ഒരു എംപ്ലോയിക്ക് വേണ്ടി നമുക്ക് എത്ര നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയും ഒരാളെ റിക്രൂട്ട് ചെയ്യാനായിട്ട്? നമുക്ക് ദിവസങ്ങൾ മാറ്റി വയ്ക്കാനൊന്നും കഴിയത്തില്ലല്ലോ. ഓക്കെ, സോ ഇത് ടെസ്റ്റ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തേത് ലേണിംഗ് സ്കില്ല്. അവൻ എന്ത് സ്കില്ലില്ല എന്നുണ്ടെങ്കിലും ഈ 2 സ്കില്ല് മേജറായിട്ട് വേണം. ജോലിയെക്കുറിച്ചിട്ട് അവനൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് അവൻ്റെ കുറ്റമല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുറ്റമാണ്. അക്കൗണ്ട്സ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം നമ്മുടെ സ്ഥാപനത്തിലത്തെ അക്കൗണ്ട്സ് ചെയ്യാൻ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനെ അറിയണമെന്നില്ല. കാരണം അവൻ ആ പഠിച്ചതും ഇവിടെ പ്രവർത്തിക്കുന്നതും എൻറ്റയർലി ഡിഫറെൻറ്റാണ്. അവൻ പഠിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പുള്ള സിസ്റ്റമാണ്. ഇന്ന് നമ്മുടെ ഓർഗനൈസേഷനിൽ ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഒരുപക്ഷെ, നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റ്വെയർ അവനെ അറിയണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. സോ ഒരിക്കലും നമ്മളുടെ ജോലി അവനെ അറിയണമെന്നില്ല, പക്ഷേ ഈ ജോലി എടുക്കാനായിട്ടുള്ള അതല്ലെങ്കിൽ അത് പഠിക്കാനായിട്ടുള്ള സ്കില്ല് അവനുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക. അതിന് ലേണിംഗ് സ്കില്ല് നിങ്ങൾ മെഷർ ചെയ്യണം. അതിനെന്ത് ചെയ്യാനായിട്ട് കഴിയും? സിമ്പിളാണ്. ഇൻ്റർവ്യൂ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കാം. ഗൂഗിളിൽ നോക്കിയാൽ സെർച്ച് ചെയ്യട്ടെ, ഇന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഒരു 5 മിനിറ്റ് തരാം, പെട്ടെന്നൊന്ന് പഠിച്ചിട്ട് അത് എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് 5 മിനിറ്റിൽ പഠിച്ച് അവതരിപ്പിക്കുന്നത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ കഴിയും എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത്. ഈ ഇൻ്റർവ്യൂ ടെക്നിക്സ്, ഇൻ്റർവ്യൂ ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കൊടുക്കുന്ന കുറേ ഒരു ട്രെയിനിങ്സ് ഉണ്ട്. ഞാനും ഉൾപ്പെടെ കുറേ പേര് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ട്രെയിനിങ്സ്. അതൊന്നും ഇന്ന് വർക്കൗട്ട് ആവത്തില്ല. ഇതൊക്കെ ആരൊക്കെ പഠിപ്പിച്ച് വിടുന്ന സാധനങ്ങളാണ്. ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നു, ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർ റെസ്യൂമേ കൈമാറ്റം ചെയ്യുന്നു. ഈ ഒരു ഫോർമാറ്റ് വെച്ചുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ആൾക്കാരുടെ ക്വാളിറ്റി ഇന്നത്തെ കാലത്ത് മെഷർ ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇതെല്ലാം റെഡിമെയ്ഡായിട്ട് ആരെങ്കിലുമൊക്കെ അവൻ്റെ തലയിൽ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെ, നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെ, ഹൂ കെയേഴ്സ്, ആര് കെയർ ചെയ്യാനാണ് അവൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും? അൾട്ടിമേറ്റ്ലി അവന് പഠിക്കാനായിട്ടുള്ള സ്കില്ലുണ്ടോ നോക്കിയാൽ മതി. ഇത്തരത്തിൽ ടാസ്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ മെഷർ ചെയ്യുക എത്രത്തോളം അവൻ നല്ല രീതിയിൽ ഈ കാര്യം പെട്ടെന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ. കാര്യം പെട്ടെന്ന് പഠിക്കാനായിട്ടുള്ള സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ ഈസിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഈ 3 സ്കിൽസ് അവനിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക, ബേസിക് ആയിട്ടുള്ള സ്കിൽസ്. ഓക്കെ, നൗ ഇൻ്റർവ്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഹൗ ടു കണ്ടക്ട് ഇൻ്റർവ്യൂസ് 2 ലെവലിൽ കണ്ടക്ട് ചെയ്യുക, ഓൺലൈനായിട്ടും ഒപ്പം തന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ. പലപ്പോഴും റെസ്യൂമീസൊക്കെ നിങ്ങൾക്ക് ധാരാളം, നിങ്ങളൊരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിലിലും വാട്സാപ്പിലെല്ലാം വരും. അതിലെപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മെയിലിലേക്ക് ഒരു റെസ്യൂമേ വരികയാണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ കൊടുക്കുന്നു, മെയിലും അല്ലെങ്കിൽ വാട്സാപ്പ്. മെയിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ്നെസ് ആ വ്യക്തിക്ക് കൊടുത്തോളൂ. കാരണം ആ വ്യക്തി കുറച്ചുകൂടെ ജോലിക്ക് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. കാരണം വളരെ ഫോർമലായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വാട്സാപ്പ് വഴി വരുന്നത് വെറുതെ വാട്സാപ്പിൽ ഒരു റെസ്യൂമേ അങ്ങ് ഷെയർ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പം വിത്തൗട്ട് എനി ടെക്സ്റ്റ് അവൻ ഒരു പക്ഷേ അത്രത്തോളം ഒരു സീരിയസ് ആയിരിക്കത്തില്ല. പൂർണ്ണമായിട്ട് ശരിയാവണമെന്നില്ല കേട്ടോ, കാരണം നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഓൺലൈൻ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക. മിക്കവാറും കേസസിൽ ഈ ഓൺലൈൻ ഇൻ്റർവ്യൂസിൽ പിള്ളേർ പങ്കെടുത്തു എന്ന് വരത്തില്ല. അത് പങ്കെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സീരിയസ് ആണെന്ന്. ചിലപ്പോൾ ഡ്രൈവിങ്ങിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെറുതെ ഇങ്ങനെ ഫോൺ വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് ആയിരിക്കാം, എന്തെങ്കിലും പരിപാടി, അല്ലെങ്കിൽ കൃത്യസമയത്ത് ജോയിൻ ചെയ്യത്തില്ല. ഓൺലൈൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പായിരിക്കും. 11:10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പ് 11:10 ഫോണിൽ ടൈം ആവുന്ന സമയത്ത് അവൻ ഇൻ്റർവ്യൂവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. 2 മിനിറ്റ് 1 മിനിറ്റ് ലാഗായി കഴിഞ്ഞാൽ തീർന്നു, അടുത്ത ആൾ ജോയിൻ ചെയ്യേണ്ട സമയമാവും അപ്പോഴേക്കും. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് എത്രത്തോളം അവനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ നമ്മളെ സഹായിക്കും. മാത്രമല്ല അവൻ എത്രത്തോളം ഈ പുതിയ കമ്മ്യൂണിക്കേഷൻ രീതികളോട് ആൾക്ക് ഒരു കണക്ഷൻ ഉണ്ട്, നോ ഹൗ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കും. എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് മനസ്സിലാക്കാനും സഹായിക്കും. അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുക്കുന്നവരെ മാത്രം നമ്മൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് വിളിക്കുക. കാരണം അത്രത്തോളം നമുക്ക് സമയം ലാഭിക്കാനായിട്ട് കഴിയും. എല്ലാവരും ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല എത്ര പേര് വരുന്നുള്ളത്. ഒരു പക്ഷേ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സമയം പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായെന്ന് വരാം. കാരണം ആദ്യത്തെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ ഒരുപാട് സമയം കൊടുക്കും. ലാസ്റ്റ് എത്തുമ്പോൾ ഈവനിങ് ആവുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീർത്തുവിടും. അപ്പോൾ അവസാനം ഒരിക്കലും ചിലപ്പോൾ നല്ല കാൻഡിഡേറ്റ്സ് വരുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരും. കാരണം നമ്മൾ നോട്ടീസ് ചെയ്യത്തില്ല അവരെ. അതുകൊണ്ട് ഓൺലൈൻ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു, ഒന്ന് സോർട്ട് ചെയ്യുന്നു, ഡയറക്റ്റ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. അത് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മേലെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അനലൈസ് ചെയ്യേണ്ടത്. അവൻ്റെ ലേണിംഗ് സ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഓൾസോ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ കാര്യത്തിൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മൾ ഈ ഓൺലൈൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ അതിന് മുൻപിൽ അവൻ എങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ കൺഫർമേഷൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂ കൺഫർമേഷൻ ഇമെയിൽ വഴി കൊടുക്കുന്നു, അവൻ എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്കിത് മെഷർ ചെയ്യാം. അല്ലെങ്കിൽ അവൻ്റെ തന്നെ പ്രൊഫൈൽ നമുക്ക് അയച്ചു തരാനായിട്ട് പറയാം. താങ്കളെക്കുറിച്ച് താങ്കൾ ടൈപ്പ് ചെയ്ത് അയക്കുമെന്ന് ഇമെയിലിൽ ഒരു ഒഫീഷ്യൽ മെയിൽ അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അയച്ചു തരും. അങ്ങനെ ചോദിച്ചാൽ അതിനുള്ള റെസ്പോൺസാണ് കുറച്ച് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടീച്ചറിൻ്റെ. കാരണം അത് കാണിച്ചതുകൊണ്ടും അത് കിട്ടിയതുകൊണ്ട് മാത്രം എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെ എടുക്കരുത് എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ 6 വർഷം എക്സ്പീരിയൻസിന് എംകോം ഉണ്ട്, എങ്കിൽ പിന്നെ ധൈര്യത്തിൽ എടുക്കാം എന്ന് വെച്ചാൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാം ആയോ? ഇല്ല. ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. ഓർഗനൈസേഷനിലെ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. ഓർഗനൈസേഷനിലെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. ആ ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ കൾച്ചറുമായിട്ടുള്ളൊരു സിങ്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഐസ് ബ്രേക്കിങ്ങിന് അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടക്ട് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ടീംസിനെ കൊണ്ട് കണ്ടക്ട് ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇൻഡക്ഷൻ ട്രെയിനിങ്സ് ഓർഗനൈസേഷന് വേണ്ടി എടുക്കാറുണ്ട്. പുതിയ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് ഇൻറ്റേൺഷിപ്പ് പുതുതായിട്ട് ഉള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ആ ഓർഗനൈസേഷനുമായിട്ടൊന്ന് സിങ്ക് ചെയ്യണം, എല്ലാവരുമായിട്ടൊരു കണക്ഷൻ വരണം. അപ്പം ഇൻഡക്ഷൻ ട്രെയിനിങ് അനിവാര്യമാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ടെക്നിക്കൽ ട്രെയിനിങ് ആണ്. അവിടുത്തെ സോഫ്റ്റ്വെയർസ് ആണെന്നുണ്ടെങ്കിലും അവൻ ചെയ്യേണ്ട ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ ടൂൾസ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന പരിപാടി. കാരണം അവനതൊന്നും പരിചയം ഉണ്ടാവില്ല. അപ്പം അതിന് കൃത്യമായിട്ടുള്ള സമയം അലോക്കേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ടാക്കിയിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഇതെല്ലാം ഓൾറെഡി ഉണ്ടാക്കി വയ്ക്കേണ്ടതാണ്. അതിന് മൂന്നാമത്തേത് റിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ വർക്കിംഗ് ടൈം എപ്പോഴാണ് ലഞ്ച് ബ്രേക്ക്, അവൻ എങ്ങനെയാണ് റിപ്പോർട്ട് അയക്കേണ്ടത്, ഇതെല്ലാം റിട്ടൺ ആയിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് നിങ്ങളവിടെ പ്ലേസ് ചെയ്യണം, അവന് കൊടുക്കണം. ഒന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു പ്രിൻറ്റഡ് ഫോർമാറ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് ഇമെയിൽ അയക്കുന്നതിന് പകരം പ്രിൻറ്റഡ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം അവന് അറിയണം അവൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇത്തരത്തിലുള്ള റിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അവൻ്റെ ജോലി നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ടൊരു സിസ്റ്റം, അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വാട്സാപ്പ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവന് വാട്സാപ്പ് നമ്മുടെ ഫോണുമായിട്ട് നമ്മുടെ മൊബൈൽ ലാപ്ടോപ്പുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് കഴിയും. സോ അയക്കുന്ന മെസ്സേജ് നമുക്കും ഓപ്പൺ ചെയ്ത് കാണാനായിട്ട് കഴിയും. സോ അങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം, എങ്ങനെ കൃത്യമായിട്ട് അയക്കുന്നുണ്ട്, സമയത്തിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യാം. അത്തരത്തിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്കുകൾ റെഗുലറായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക നിങ്ങൾ. അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും, ആളെ ഇമ്പ്രൂവ് ചെയ്യാൻ, ആളുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ. എപ്പോഴും നമ്മൾ തുടക്കത്തിൽ തന്നെ ഫയർ ചെയ്യുന്നു, വഴക്ക് പറയുന്നു, കാര്യമില്ല. ഒരു തെറ്റ് ചെയ്ത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വഴക്ക് പറയാം. തുടക്കത്തിൽ തന്നെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഒരു കോൺഫിഡൻസ് അങ്ങ് നഷ്ടപ്പെടും. ആൻഡ് ഫൈനലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളത് ഡോക്യുമെൻറ്റേഷനെ കുറിച്ചിട്ടാണ്. ഒരാളെ നമ്മൾ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഓഫർ ലെറ്ററാണ്. നിർബന്ധമായിട്ടും കൊടുക്കണം. ഓഫർ ലെറ്റർ ഒരു മെയിൽ വഴി അയച്ചു കൊടുക്കുക. എന്താണ് ഈ ഓഫർ ലെറ്ററിൽ വരേണ്ടത്, എന്തൊക്കെ ഡ്യൂട്ടീസാണ് ആ വ്യക്തി ചെയ്യേണ്ടത്. ഓക്കെ, പുട്ടിങ് ആൻ ഓഫർ, ഇത് നിങ്ങളുടെ ഓഫറാണ്, എടുക്കണോ വേണ്ടയോ അത് തീരുമാനിക്കുന്നു. അപ്പോൾ ആ ഓഫറിൽ എന്തൊക്കെ വരണം എന്നുള്ളത്, ഡ്യൂട്ടീസ് ടു ബി ഡൺ, എന്തെല്ലാം ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടത്, സാലറി സ്ട്രക്ചർ, സാലറി എങ്ങനെയാണ്, ബോണസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കൊടുക്കണം. ആൻഡ് ഓൾസോ പ്രൊബേഷൻ, എത്ര കാലമാണ് പ്രൊബേഷൻ. ഈ 3 കാര്യങ്ങളാണ് ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യം.
അപ്പോൾ ഈ 3 കാര്യങ്ങൾ അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് വരാം. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലി, സ്ഥലമോ അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. പ്രൊബേഷൻ എപ്പോഴും കൊടുക്കാനായിട്ട് നോക്കുക. കാരണം ഒരു 3-4 മാസം, ചിലർക്ക് 6 മാസമൊക്കെ കൊടുക്കാറുണ്ട്. അത്രയൊന്നും വേണമെന്നില്ല, ഒരു 3 മാസമൊക്കെ പ്രൊബേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ചെറിയ ഓർഗനൈസേഷനാണെങ്കിൽ 1 മാസം കൊടുക്കാം. കാരണം ആ ജോലി പഠിച്ച് വരണം. സോ ജോലി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ സാലറി കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആവത്തില്ല. അപ്പോൾ ജോലി പഠിക്കുന്നവരെ ഒരുപക്ഷെ കുറഞ്ഞ സാലറി ആയിരിക്കാം, 50% ആയിരിക്കാം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പ്രൊബേഷൻ കഴിഞ്ഞ് ഒരു അസസ്മെൻറ്റ് കഴിഞ്ഞ് ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആയിരിക്കണം. ഈ പ്രൊബേഷൻ ടൈമിൽ തന്നെ നമ്മൾ റെഗുലറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇഫ് ഹീസ് ഫിറ്റ് പെർമനൻ്റ് ആയിട്ടുള്ള ജോലി കൊടുക്കാം, അല്ലെങ്കിൽ സാലറി കൊടുക്കാം. ആൻഡ് ഒപ്പം തന്നെ അത് ഈ പറയുന്ന ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് കൂടി നിങ്ങൾ വാങ്ങുക. അപ്പോൾ മെയിൽ അയക്കുന്നു ഓഫർ ലെറ്റർ ആൻഡ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചാൾ മെയിൽ അയക്കും, അല്ലെങ്കിൽ പ്രിൻറ്റഡ് ഒരു ഓഫർ ലെറ്റർ അയച്ചു കൊടുക്കുന്നു. അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് സൈൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചയക്കുന്നു. ഈ സാധനം ഇമ്പോർട്ടൻ്റ് ആണ് നാളെ ഒരു ലീഗൽ കോംപ്ലിക്കേഷൻസും ലീഗൽ ഇഷ്യൂസും നമ്മുടെ ഓർഗനൈസേഷനിൽ ഇല്ലാതിരിക്കാനായിട്ട്. സോ ഓഫർ ലെറ്റർ ആൻഡ് അക്സെപ്റ്റൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഞാൻ അപ്പോയിൻമെൻറ്റ് ലെറ്ററിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നാളെ അഗെയിൻ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാനായിട്ട്, ലീഗലായിട്ട് ഒരു ഇഷ്യൂസും ഇല്ലാതിരിക്കാനായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എംപ്ലോയീസിന് കൊടുക്കേണ്ടതുണ്ട്. ആളുടെ സൈനും വാങ്ങിയിട്ട് അതിൻ്റെ ഒരു കോപ്പി എംപ്ലോയിക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒറിജിനൽ നിങ്ങൾ കയ്യിൽ വയ്ക്കുകയും വേണം. ഓക്കെ. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ എംപ്ലോയി ഹീസ് നോട്ട് ഗുഡ്, പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ടു ടെർമിനേറ്റ് ചെയ്യുക. നിങ്ങൾ പരമാവധി ശ്രമിച്ചു ആളുടെ പെർഫോമൻസ് നല്ലതാക്കാനായിട്ട്, പക്ഷേ ആൾക്ക് നല്ലതാവാൻ കഴിയുന്നില്ല. അത് ആളുടെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആയിരിക്കാം. നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മളവിടെ സിമ്പതി വിചാരിച്ചുകൊണ്ടിരിക്കരുത്, ടെർമിനേറ്റ് ചെയ്യുക. നമ്മുടെ ആസ് പെർ ദ റൂൾസ്, അതാണ് ഈ പറയുന്ന അപ്പോയിൻമെൻറ്റ് ഓർഡറിനകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. അതായത് ടെർമിനേഷൻ എങ്ങനെയുള്ളതായിരിക്കും, ഇമ്മീഡിയറ്റ് ടെർമിനേഷനുള്ള റീസൺസ് എന്തൊക്കെയാണ്, എപ്പോഴൊക്കെ ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യണം. സോ ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ കൊടുത്തിട്ട് ആളെ ഇത്ര ദിവസം കഴിയുമ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു ക്ലോസ് അതിനകത്ത് ആഡ് ചെയ്യുക. അപ്പം പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ടു ടെർമിനേറ്റ് ദം, അവരെ പുറത്താക്കുക, ഫയർ ചെയ്യുക. വേറെ ഓപ്ഷൻ നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ബ്യൂട്ടിഫുള്ളായിട്ട്. അതായത് അതിനെ ഒരിക്കലും എംപ്ലോയീസ് തടസ്സമാവരുത്. പല ഓർഗനൈസേഷനിലെ ഏറ്റവും വലിയ ബാധ്യത അവിടുത്തെ എംപ്ലോയീസാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു എംപ്ലോയിനെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് റിക്രൂട്ട് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാരെ കിട്ടത്തില്ല. കിട്ടിക്കഴിഞ്ഞാലും ദീർഘകാലത്തേക്ക് അവർ നമ്മുടെ ഓർഗനൈസേഷനിൽ നിൽക്കത്തുമില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കുറച്ച് കോഴ്സസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. www.learnwithsiju.com എന്ന് പറയുന്ന സൈറ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സസ് എൻറോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.